കായംകുളം വില്ലേജ് ഓഫീസിൽ മോഷണം നടന്നു. സമീപത്തെ ക്ഷേത്രത്തിൽ മോഷണ ശ്രമവും നടന്നു. വില്ലേജ് ഓഫീസിൽ നിന്നും 500 രൂപയും കമ്പ്യൂട്ടറിന്റെ മൗസുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. കായംകുളം വില്ലേജ് ഓഫീസിൽ മോഷണം നടന്നു. സമീപത്തെ ക്ഷേത്രത്തിൽ മോഷണ ശ്രമവും ഉണ്ടായി. വില്ലേജ് ഓഫീസിന്റെ പടിഞ്ഞാറ് വശമുള്ള മുൻവാതിലിന്റെ താഴ് കുത്തി തുറന്നു കയറിയാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് കരുതുന്നത്. 500 രൂപയും കമ്പ്യൂട്ടറിന്റെ മൗസും വില്ലേജ് ഓഫീസിൽ നിന്നും മോഷണം പോയി. രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ അറിയാൻ കഴിയൂ. 3-ാം തീയതി 5 മണിയോടുകൂടി ഓഫീസ് അടച്ചിട്ട് പോയിട്ടുള്ളത്. ഇന്ന് രാവിലെ വ്യത്യസ്ത വന്ന് ഓഫീസ് തുറക്കാൻ വന്നപ്പോൾ ഓഫീസ് തുറന്ന് കിടക്കുന്നതായും മോഷണ ശ്രമം നടന്നിട്ടുള്ളതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ രേഖകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അറിയാൻ പറ്റത്തുള്ളൂ. പരിശോധനയ്ക്ക് ശേഷമേ അറിയാം. അലമാരികളൊക്കെ തുറന്നു കിടന്നു. പൂട്ട് 2 റിക്കാർഡ് റൂമും സ്റ്റോർ എല്ലാം പൊളിച്ചിരുന്നു. ജീവനക്കാർ രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സമീപത്തെ ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി കുത്തി തുറന്നാണ് മോഷണ ശ്രമം നടത്തിയത്. കായംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തുന്നുണ്ട്. അതേസമയം വില്ലേജ് ഓഫീസിന്റെ കിഴക്ക് ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധ ആക്രമണം ഉണ്ടായി. സെന്റ് മേരീസ് സ്കൂളിന്റെ കിഴക്ക് വശത്ത് സ്ഥാപിച്ചിരുന്ന ട്രാഫിക് മിററുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും തൊട്ടടുത്ത് തന്നെ റോഡിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് കർശനമായ പോലീസ് പട്രോളിംഗ് അനിവാര്യമാണെന്ന് നാട്ടുകാരും കായംകുളം പുതിയടം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.